ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ലെറ്റ്സ് സീ ഇന്നത്തെ ഗൈഡൻസ്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും? 7/7 പോർട്ടലിൻ്റെ ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല വേറെ ഒന്നുമല്ല, ജസ്റ്റ് നമ്മൾ നല്ലത് നമ്മളുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടിയെങ്കിലും ഈ ഒരു ദിവസം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാക്കിയെല്ലാം ചെയ്തില്ലേ എന്നുള്ളതല്ല, ബട്ട് നിങ്ങളെ മനസ്സുകൊണ്ട് ഒരു നമ്മൾ പറയില്ലേ ഒരു നല്ലത് എന്തെങ്കിലും നമ്മുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതാണ് ഉദ്ദേശം, അത്രേ ഉള്ളൂ. ഓക്കെ, അത് ഡെയിലി ചെയ്യാം. ഓക്കെ, എനിവേ ഇന്നത്തെ നിങ്ങളുടെ എനർജി ഈ ഒരു 7/7 പോർട്ടലൊക്കെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ എന്താ വരാൻ പോകുന്നത്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക, ആൻഡ് കുറച്ച് ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് തരാം. നോക്കാം. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. 3 ഓഫ് സോർഡ്സ്, ഫ്രണ്ട്ഷിപ്സ്. ഓക്കെ, ഇവിടെ ഓവറോൾ എനർജി എനിക്ക് കിങ് ഓഫ് കപ്സ് കാണുന്നുണ്ട്. സോ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇത് നിങ്ങളെക്കുറിച്ചാണെങ്കിൽ, സപ്പോസ് ഇത് നിങ്ങളെക്കുറിച്ച് തന്നെ നമ്മളൊരു ഗൈഡൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ എനർജി വളരെയധികം കെയറിങ്, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ട്. ഒരു മറ്റുള്ളവരെ കെയർ ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യുക, എല്ലാവരും നല്ലവണ്ണം സന്തോഷമായിട്ടിരിക്കണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കും കാണുന്നുണ്ട്. ബട്ട് കിങ് ഓഫ് കപ്സിൻ്റെ ഒരു പ്രോബ്ലം എന്താന്ന് നമ്മൾ പറയുക എന്ന് വെച്ചാൽ, ഇമോഷൻസ് ഉണ്ട്, ഒരുപാട് അകത്ത് ഇമോഷൻസ് ഉണ്ട്. ഫുള്ളി നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്നേഹം വേണം എന്ന രീതിക്കൊക്കെ ചിന്തിക്കുന്ന ഒരു മനസ്സാണ്. സ്നേഹം വേണം, മറ്റുള്ളവരെ കെയർ ചെയ്യും വേണം, നമുക്ക് തിരിച്ചും വേണം എന്ന രീതിക്കൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, കിങ് ഓഫ് കപ്സ് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തിയാണ്. ഓക്കെ, സോ അതായത് മനസ്സിൽ എന്തുണ്ടോ അത് തുറന്ന് പറയില്ല. ഓക്കെ, ആ ഫീലിങ്സ് തുറന്ന് പറയില്ല എന്ന രീതിക്കാണ്. ഇതിപ്പോൾ നിങ്ങളാണ് ഈ ഒരു എനർജിയിലെങ്കിൽ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളാണ് ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ, ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് വന്നായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം എന്തോ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഒരു ഫീലിങ്സ്. നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക്, ഒരു വിഷമം വന്നായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ എങ്ങനെയത് പറയാന്നാണ്. ബട്ട് ഓക്കെ, എന്തായാലും അതിലൊരു ചേഞ്ച് വരുന്നുണ്ട്. ഇവിടെ എനിക്ക് വീൽ ഓഫ് ഫോർച്യൂൺ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ചേഞ്ച് മേ ബി പാസ്റ്റിൽ സംഭവിച്ച. ഓക്കെ, യെസ്, അങ്ങനെയായിരിക്കാം. ഓക്കെ, സോ പാസ്റ്റിൽ ചില കാര്യങ്ങൾ, ആക്ച്വലി യെസ്, ഇതും ഒരു പാസ്റ്റിലാണ്. ഓക്കെ, ഒരു പാസ്റ്റിലെ ഒരു ഹാർട്ട് ബ്രേക്ക്, ഒരു വേദന നിങ്ങൾക്ക് കിട്ടിയത് പാസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അതിനുശേഷമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയത്. ഈ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ ആ ഒരു, അതായത് നിങ്ങളുടെ ഉള്ളിൽ ഫീലിങ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തുറന്ന് പറയാൻ പേടി, ആ രീതിക്കായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആരെങ്കിലും തുറന്ന് ട്രസ്റ്റ് ചെയ്യാൻ പേടി, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പേടി, നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് തുറന്ന് കാണിക്കാൻ പേടി. ബിക്കോസ് നിങ്ങൾക്ക് വേദന കിട്ടുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം. ബിക്കോസ് അത് പാസ്റ്റിൽ അങ്ങനെ ഒരു സംഭവം ഐ തിങ്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക്. ആ കാരണം കൊണ്ട് ഇപ്പോൾ നിങ്ങൾ ആ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ ഒരു ലെവലിലേക്ക് എത്തി. അതായത് ക്വീൻ ഓഫ് കപ്സ് ആയാൽ എന്താണ്, ശരിക്കും ഇതിപ്പോൾ ലേഡി എനർജി നമ്മളിവിടെ വന്നാൽ വളരെയധികം ഇമോഷണൽ വ്യക്തിയാണ്. എല്ലാം അങ്ങോട്ട് ഒരുപാടിലേക്ക് മനസ്സ് തുറന്ന് ഇമോഷൻസ് ഒക്കെ തുറന്ന് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് കിങ് ആണ് വന്നത്. സോ കിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലേഡീസ് ആയാലും നിങ്ങൾ ജെൻസ് ആയാലും രണ്ടും അങ്ങനെ എടുക്കുക. നിങ്ങൾ ലേഡീസ് ആയാലും ശരി, ഓക്കെ, നിങ്ങൾ ഈ കിങ്ങിൻ്റെ ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് മറ്റുള്ളവരോട് തുറന്ന് കാണിക്കുന്നില്ല. ഒരുപാട് അങ്ങോട്ട് ഗിവിങ് അല്ല. നിങ്ങളുടെ ഉള്ളിൽ മനസ്സിൽ ഫീലിങ്സ് ഉള്ളതൊക്കെ നിങ്ങൾ ഒരു ബൗണ്ടറി വെച്ച് അടക്കി വെച്ച് നിൽക്കുന്ന പോലെയാണ്. കൊടുക്കും, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും എല്ലാം, പക്ഷെ അവനവനെ കൂടി നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അത് ആ പ്രൊട്ടക്ഷൻ വരാൻ റീസൺ ഐ തിങ്ക് നിങ്ങൾക്ക് പാസ്റ്റിൽ ചില ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. പാസ്റ്റിൽ ചില വേദനകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കാം, പാസ്റ്റ് റിലേഷൻഷിപ്സ് ആയിരിക്കാം, ഫാമിലിയിൽ നിന്നായിരിക്കാം, ആരുമാവാം. ഓക്കെ, ചിലപ്പോൾ ഫാമിലിയിൽ നിന്ന് നമുക്ക് പറ്റുന്ന സംഭവങ്ങളും ഉണ്ടാവും. ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ച ബ്രദർ സിസ്റ്റർ ആവാം, നമ്മുടെ പാരൻസ് ആവാം, ആരെങ്കിലും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ പഴയ ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ചെറുപ്പകാലത്തുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ്,
റിലേഷൻഷിപ്പ്, പാസ്റ്റിലെ റിലേഷൻഷിപ്പ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ച് കാണാം. സോ ആ ഒരു വേദന കാരണം ഐ തിങ്ക് നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ തന്നെ പേടിയാണ് എന്ന് പറഞ്ഞ പോലെയാണ്. ഇവിടെ എനിക്ക് വീൽ ഓഫ് ഫോർച്യൂൺ കാണുന്നുണ്ട്. സോ സമയം മാറി വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനിയൊരു ടൈം ചേഞ്ച് ആണ് എനിക്ക് കാണുന്നത്. ഐ തിങ്ക് നിങ്ങൾ ഇതുവരെ അങ്ങോട്ട് കൊടുത്തത്, ഓക്കെ, എപ്പോഴും മേ ബി നിങ്ങൾ പാസ്റ്റിൽ ഇങ്ങനെ ആയിരുന്നിരിക്കില്ല. ഓക്കെ, യെസ്, ഒരു ചീറ്റിംഗ് എനർജിയൊക്കെ കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ച് കാണാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് മനസ്സ് തുറന്നിപ്പോൾ അങ്ങോട്ട് ആരെങ്കിലും സ്നേഹിക്കാനൊക്കെ ഒരു പേടി പോലെയാണ് എനിക്ക് കാണുന്നത്. ബട്ട് അതിലൊരു ചേഞ്ച് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്, ഒരു മാറ്റം വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങളെപ്പോഴും ഫേസ് ഓഫ് കപ്സ്, നിങ്ങളിപ്പോൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യുന്ന മാത്രമാണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് കാരണം വേറെ ആൾക്ക് എന്തെങ്കിലും സ്നേഹം കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പേടി പോലെയാണ്. ബിക്കോസ് അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് വേദനകളെ കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ടാണ്. ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്താ പറയുന്നത് കൂടി ഞാൻ നോക്കട്ടെ. പാസ്റ്റിലൊരു വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം ഇപ്പം എന്താണ്? പാസ്റ്റ് തിരിച്ചു വരുവാണോ? ഓക്കെ, ഫ്രണ്ട്ഷിപ്സ്, ഓക്കെ, വരും. ഓക്കെ, നിങ്ങൾക്ക് പാസ്റ്റിലെ ആരോ തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഞാനതാണ് എനിക്ക് തോന്നിയത്. പാസ്റ്റിലെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരുന്നുണ്ട്. അതൊരു ടെസ്റ്റായിട്ട് എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഓക്കെ, അവരെ നിങ്ങളുടെ ലൈഫിൽ അലൗ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ഓക്കെ, നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക എന്നുള്ളൊരു അഡ്വൈസ് കൂടി എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ആ ഒരു സൈക്കിൾ തീരാനുണ്ട്. ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, ഒരു ക്ലോഷർ കിട്ടിക്കാണില്ല. മേ ബി പാസ്റ്റിൽ ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോയി അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു നമ്മൾ പറയില്ല, ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. എന്തുകൊണ്ട് പറ്റി, അതോ എൻ്റെ മിസ്റ്റേക്ക് ആണോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ച് കാണാം. ഒരു ക്ലോഷർ കിട്ടിയില്ല എന്ന് പറയും നമ്മൾ. ആ ക്ലോഷറിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ വീൽ ഓഫ് ഫോർച്യൂൺ വരുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ പറയുമ്പോൾ നമ്മളൊരു ടൈം ചേഞ്ചിൻ്റെ കാര്യമാണ് പറയാം. സോ സമയം മാറി വരുന്നു. ഐ തിങ്ക് മേ ബി ഇതുവരെ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തു അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചു പോയ ഒരു വ്യക്തി ഇപ്പം തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അവർ ഐ തിങ്ക് ഇപ്പം തിരിച്ച് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. അവർ ചിലപ്പോൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞു വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി തന്നെ തിരിച്ചു വരുന്നുണ്ട് ആരോ. അതാണ് ഇവിടെ മെയിൻ പോയിന്റ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഈ തിരിച്ചു വരുന്ന വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. അവരൊരു ഓഫറുമായിട്ടാണ് വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഓഫറുമാണ് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് അങ്ങനെയാണ് കാണുന്നത്. ഇതിപ്പോൾ ജോലി, കാരണം ഇത് ഫുൾ കപ്സ് എനർജിയാണ്. സോ അതുകൊണ്ട് ഇന്ന് ജോലിയുടെ കാര്യമല്ല ഇവിടെ, വളരെ കുറവാണ്. സോറി, ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫീലാണ് എനിക്ക് ഈ റീഡിങ്ങിൽ വരുന്നത്. ഇന്നത്തെ ഫ്രണ്ട്ഷിപ്സ് ആവാം. ഓക്കെ, ഇപ്പോൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവണം നിർബന്ധമില്ല. ഓക്കെ, ഫ്രണ്ട്ഷിപ്സ് ആവാം, അല്ലെങ്കിൽ പാസ്റ്റിൽ ആരെങ്കിലും നമ്മുടെ എന്താ പറയുക, ലൈക്ക് ഫ്രണ്ട്സോ സിസ്റ്ററോ ഫാമിലിയോ ലൈക്ക് ആരെങ്കിലും റിലേറ്റീവ്സോ ആരും ആവാം. കൂടെ ജോലി ചെയ്തിരുന്ന ആരെങ്കിലും ആവാം. കാരണം ഇവിടെ 2 എനർജി മെയിലാണ് വന്നിരിക്കുന്നത്. സോ മേ ബി ഫ്രണ്ട്സ് എന്ന രീതിയിലായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ഇത് സെയിം ജെൻഡർ കുറച്ച് പേർക്ക് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രത്യേകം ഇതെടുത്ത് വന്നതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ നിർത്തിയില്ല. സെയിം ജെൻഡർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം കൂടി ആയിരിക്കാം. ഓക്കെ, സോ എല്ലാം നമ്മളിവിടെ കവർ ചെയ്യണമല്ലോ. ഓക്കെ, അങ്ങനെ ഒരു പോയിന്റ് ഇന്ന് കാണുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് ഇന്നത്തെ ഐ തിങ്ക് സെയിം ജെൻഡർ എന്ന് പറഞ്ഞാൽ മെയിൽ ആവണം നിർബന്ധമില്ല, ഫീമെയിലും ആവാം. ഓക്കെ, നിങ്ങൾ അങ്ങനെ എടുക്കാം. സോ അതുകൂടി ഇന്നിവിടെ പ്രത്യേകം വന്നതുകൊണ്ട്, സാധാരണ ഇങ്ങനെ എനിക്ക് റീഡിങ്ങിൽ വരാറില്ല. സോ അതുകൊണ്ട് ഇന്ന് വന്ന സ്ഥിതിക്ക് അത് മെൻഷൻ ചെയ്യുന്നു ഞാൻ. ഓക്കെ, എനിവേ തിരിച്ചു വരുന്നുണ്ട് ആരോ ലൈഫിൽ, നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചു പോയ ആരോ തിരിച്ചു വരുന്നുണ്ട്. ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. മേ ബി ചില ലെസൺസ് നിങ്ങൾ പഠിച്ചു കാണാം. ഓക്കെ, ഇപ്പം നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പം നിങ്ങൾ പഴയ പോലെയല്ല, നിങ്ങൾ പഴയ ലെവലിലല്ല. ഇപ്പോൾ നിങ്ങൾ മുൻപ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും. എല്ലാം ലൈക്ക് ഒരാളോട് സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും. ബട്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ലെസൺ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കാണാം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വ്യക്തി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പഴയ പോലെ ആയിരിക്കില്ല. ഓക്കെ, നിങ്ങൾ പഴയ പോലെ ഗിവിങ് ആയിരിക്കില്ല. അതാണ് ഇവിടുത്തെ ലെസൺ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു ടെസ്റ്റ് ആയിരിക്കാം നടക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഹോൾഡ് ബാക്ക് പറയുന്നുണ്ട്, നിങ്ങളോട് പറയുന്നുണ്ട്, എടുത്തു ചാടി നിങ്ങൾ ഒരുപാട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഓക്കെ, ബി കെയർഫുൾ എന്ന് വെച്ചാൽ ചെയ്യേണ്ട എന്നുമല്ല, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ വാച്ച് ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും എഫേർട്ട് കാണുന്നുണ്ടോ, അവരുടെ ഭാഗത്തുനിന്നും ഇങ്ങോട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഗിവ് ഇറ്റ് ടൈം. ഓക്കെ, പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്, ആരോ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു വരുന്നുണ്ട്. അത് ഫ്രണ്ട്സ് ആവാം, അഗെയിൻ റിലേറ്റീവ് ആവാം, ആരും ആവാം. സോ ബട്ട് അത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തി തന്നെയാണ്, നിങ്ങൾക്ക് സ്നേഹമുള്ള ഒരു കെയർ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ചിലപ്പോൾ നോ എന്ന് പറയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരില്ല. ബട്ട് ഇവിടെ നിങ്ങൾക്കൊരു ലെസൺ ആയിട്ട് സമയമായിട്ട് നിങ്ങൾ എടുക്കാം. ഓക്കെ, ഇനി
നെക്സ്റ്റ് അവർ തിരിച്ചു വരുമ്പോൾ അവരുമായിട്ട് ഇടപഴകുമ്പോൾ ഇനി നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. സോറി, ഞാൻ ഇത്ര ലോങ് പറയാൻ ഉദ്ദേശമല്ല, പറ്റില്ല, ഐ തിങ്ക് ലോങ് ആയി. എന്തായാലും ഈ ഒരു കാർഡ് കൂടി നിങ്ങൾക്ക് ജനറൽ നമുക്ക് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങൾക്ക് ഗൈഡൻസ് എന്താ പറയുന്നത് നോക്കാം. നമുക്ക് ത്രോട്ട് ചക്ര, ഡിസ്ട്രപ്ഷൻ, ഹാർട്ട് ബ്രേക്കിൻ്റെ നമ്മൾ മാച്ച് അല്ലേ, പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്, റൈറ്റ്, ബേസ് ചക്ര, സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ട്. മെമ്മറീസ്, യെസ് മെമ്മറീസ്. ഞാൻ പാസ്റ്റ് കണക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പാസ്റ്റിൽ നിങ്ങൾ ആരോ നിങ്ങളെ മിസ് ചെയ്തിട്ട് തിരിച്ചു വരുന്നതാണ്. ഓക്കെ, അവർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ തിരിച്ചു വരുന്നതാണ്. ഓക്കെ, പാസ്റ്റിലെ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇന്നത്തെ കാര്യം. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ട്, നിങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എത്തവണ. ഓക്കെ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയാലും ശരി, എവിടെ ആയാലും ശരി, ആരായാലും ശരി. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഒരു സ്റ്റാൻഡ്, എന്താ പറയുക, നിങ്ങളുടെ നല്ല ശരികൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളാം. ഓക്കെ, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഫുള്ളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം നിങ്ങൾ വിട്ടുകൊടുത്ത് എല്ലാം സറണ്ടർ ചെയ്ത ലെവലിലേക്ക് ആവാതിരിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ ത്രോട്ട് ചക്ര ആൻഡ് ബേസ് ചക്ര ഉണ്ട്. നിങ്ങൾക്ക് ഇത് രണ്ടും വളരെയധികം സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. നിങ്ങൾ കുറെ കൂടി പ്രാക്ടിക്കൽ ആവണം. ആൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ പഠിക്കണം നിങ്ങൾ. ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്നു പറയാം. നിങ്ങളുടെ ബൗണ്ടറി എന്താണ് നിങ്ങൾ തുറന്നു പറയാം. ഓക്കെ, വേറൊരു വ്യക്തി നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ തുറന്നു സംസാരിച്ച് പറയുക. പേടിക്കരുത്. ഇനി അവരെങ്ങാനും എന്നെ വിട്ടു പോയാലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും തെറ്റിദ്ധരിച്ച് ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റാൻഡ് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, നിങ്ങളുടെ ബൗണ്ടറി ക്രോസ് ചെയ്യണു, നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്ന് കണ്ടാൽ തുറന്നു പറയാം. ആൻഡ് അത് മാത്രമല്ല, ബേസ് ചക്ര പറയുമ്പോൾ നിങ്ങൾ കുറെ കൂടി പ്രാക്ടിക്കൽ ആവാൻ പഠിക്കാനി. ഓക്കെ, ഇമോഷൻസിൽ അങ്ങനെ ഇതായി പോണ്ട എന്നാണ് പറയുന്നത്. മെയിനായിട്ട് അതാണ് ഇവിടെ രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഐ തിങ്ക് ഇത് രണ്ടുമായിരിക്കും നിങ്ങളുടെ ബ്ലോക്കേജസ്. ഓക്കെ, ഇവിടെ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് കാണുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് ക്ഷമയോടെ പ്ലാനിങ് ചെയ്ത് മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് അബൻഡൻസ് വരുന്നതായിട്ട് കൂടി കാണുന്നുണ്ട് എനിക്ക്. ആൻഡ് ഇവിടെ ഡിസ്ട്രപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേ ബി ഇത് പാസ്റ്റിൽ നിങ്ങളുടെ ഹാർട്ട് ബ്രേക്കിനെ കാണിക്കുന്നതായിരിക്കാം. ഓക്കെ, അത് പക്ഷേ ഇനിയും നിങ്ങളെ തന്നെ വേദനിപ്പിക്കാൻ നിങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. 16, so 7, 7, 7. 7 പാസ്റ്റിനെ ഒന്ന് അനലൈസ് ചെയ്യേണ്ട സമയമായി. അതിനാണ് തിരിച്ചു വരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ എന്തായാലും ലൈറ്റ് ഉണ്ട് അതിന് ശേഷം. ആൻഡ് ഇതും നോക്കിക്കോളൂ, ഞാൻ ഇതും പറയാം. 9+1 19 ആണ്, 9+1 10 ആണ്, 1 ആണ്. ഇവിടെയും 1 ഉണ്ടായിരുന്നു. സോ യെസ്, നിങ്ങൾ കുറെ കൂടി പ്രാക്ടിക്കൽ ആവാൻ പോകുന്നു, നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവാൻ പോകുന്നു തീർച്ചയായിട്ടും. ഓക്കെ, ബട്ട് യെസ്, ഈ ഒരു നിങ്ങളുടെ മുമ്പിൽ വരുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ്. എനിക്ക് ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അവർ പാസ്റ്റിൽ ചെയ്ത പോലെ ഇനി ചെയ്യാൻ നിങ്ങൾ അനുവദിക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ലൈറ്റ് ഇവിടെ കാണുന്നത് ആക്ച്വലി യെസ്, നിങ്ങളുടെ ലൈറ്റ് അട്രാക്റ്റ് ആയിട്ടാണ് അവർ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് നിങ്ങൾ ഗ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെയധികം പറഞ്ഞില്ലേ കോൺഫിഡൻ്റ് ആയിട്ടും നിങ്ങൾ സെൽഫ് ലവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങൾ അവനവനെ കെയർ ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഒരു ലൈറ്റ് ഉണ്ടാവും, ഒരു ഗ്ലോ ഉണ്ടാവും. അത് കണ്ട് അട്രാക്റ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ അവർ തിരിച്ചു വരുന്നത്. അതായത് നിങ്ങൾ അവരെ ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ വിട്ടുപോയ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ എന്താ പറയുക അറ്റൻഷൻ മുഴുവൻ നിങ്ങളുടെ സ്വന്തം ലൈഫ് എങ്ങനെ ബെറ്റർ ആക്കാം എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ആ ഹാർട്ട് ബ്രേക്ക് ഒക്കെ നിങ്ങൾ മാറ്റിക്കളഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ ആക്ച്വലി ഇത് രണ്ടും റെയിൻബോ കളേഴ്സൊക്കെ ഇവിടെ കാണുന്നുണ്ട്. റെയിൻബോ ലൈറ്റ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങളുടെ ഒരു ഷൈൻ, നിങ്ങളുടെ ഒരു ലൈറ്റ് ഇപ്പം ഉണ്ട്. ഓക്കെ, അതിനി വേറൊരു വ്യക്തി വന്ന് വീണ്ടും അതിനെ കളയാൻ നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങൾ അവർക്ക് അവസരം കൊടുക്കണ്ടെന്നില്ല, ബട്ട് അത് അവസരം കൊടുക്കുമ്പോൾ അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ നോക്കണം. ഓക്കെ, അവരെന്തായാലും നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സും അറ്റാച്ച്മെൻ്റ് ഒക്കെ കൊണ്ടാണ് തിരിച്ചു വരുന്നത്. സോ ഞാൻ കാർഡ്സ് നിങ്ങൾക്ക് മാച്ചായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും പഴയ പാസ്റ്റിലെ ഒരു കാര്യമാണ് തിരിച്ചു വരുന്നുണ്ട്. നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയാണ് തിരിച്ചു വരാൻ പോകുന്നത്. ഓക്കെ, സോ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം അവരെ തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ പ്രോപ്പറായിട്ട് അവസരം കൊടുക്കുക, വാച്ച് ചെയ്യുക. ഓക്കെ, എന്ന് വെച്ചാൽ ആദ്യമേ എതിർത്ത് നിൽക്കാനല്ല പറയുന്നത്. കെയർഫുൾ ആയിട്ടിരിക്കുക, വാച്ച് ചെയ്യുക, പ്ലാൻ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ എനർജി. നിങ്ങൾക്ക് 7-7 പോർട്ടൽ ഐ തിങ്ക് എന്തോ നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ പാസ്റ്റിനെ കുറിച്ചൊന്ന് ചിന്തിക്കാനോ മാറ്റാനോ ഒക്കെ ഉള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ് ഇവിടെ. ഓക്കെ, സോ എന്തായാലും എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.